ഹായ് ഗായ്സ്, ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന യൂണും ഗായും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ യൂൺ ഗായുടെ അടുത്ത് പറയും, ഇനി നീ ആ പെൺകുട്ടിയെ അത്രയ്ക്ക് ഉപദ്രവിക്കാനൊന്നും പോകണ്ട. ആ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അവളെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ടെന്നൊക്കെ, അവൾ ശരിക്കും നമ്മുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്നൊക്കെ ഗായുടെ അടുത്ത് പറയും. അപ്പോൾ ഗായും അതൊക്കെ എനിക്കറിയാം, അവൾ കണക്കിൽ 4 മാർക്കാണ് മേടിച്ചിട്ടുള്ളത്, അത് കാരണം കൊണ്ടാണ് ഞാൻ അവളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ ഗാ അവളുടെ അടുത്ത് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ജങ്ങിൻ്റെ PT ക്ലാസ്സിൽ 4 പേരെ ജോയിൻ ചെയ്തുള്ളൂ, ഒരാളും കൂടി ഉണ്ടെങ്കിൽ ക്ലാസ് തുടങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ ജങ് പറയണ്ടാവും. ഗാഡ ക്ലാസ്സിലാണെങ്കിൽ ഇപ്പം തന്നെ 10 പേരായി എന്നൊക്കെ അവരിങ്ങനെ പറയണ്ടാവും. എന്നിട്ട് അവർ ശ്രദ്ധിക്കുമ്പോഴാണ് ഗാഡ കണ്ണട കാണുക. നിൻ്റെ കണ്ണട തിരിച്ച് കിട്ടിയോ, എന്തായാലും ഇത് തിരിച്ച് തന്ന ആൾക്ക് നീ എന്തായാലും എന്തെങ്കിലും കൊടുക്കണം എന്നൊക്കെ ഗാഡ അടുത്ത് എല്ലാവരും പറയണ്ടാവും. അപ്പോൾ ഗായാണെങ്കിൽ നല്ല ദേഷ്യത്തിൽ എന്തായാലും ഞാൻ കൊടുത്തിരിക്കുമെന്ന് മനസ്സിൽ വിചാരിക്കും. പിന്നീട് ഈജു സ്കൂളിലേക്ക് പോയിരിക്കും. അവളപ്പോൾ ആ കമൻറ്റൊക്കെ വായിച്ചിട്ടായിരിക്കും പോകണ്ടാവുക. അവളുടെ നോവലിലെ കമൻറ്റ് ഭയങ്കര സന്തോഷത്തിലായിരിക്കും പോകണ്ടാവുക. അവളുടെ ഫ്രണ്ട് ഒരു സ്ഥലത്ത് ഒളിഞ്ഞിന്ന് അവളെ അപ്പോൾ പേടിപ്പിക്കും. എന്താ നല്ല ചിരിയാണല്ലോ, എന്താ ഇത്ര ചിരിക്കാന്നൊക്കെ അവളുടെ ഫ്രണ്ട് അവളുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ അവൾ പറയും, എൻ്റെ നോവലിൽ നല്ല റീച്ചായി, കമൻറ്റൊക്കെ വരാൻ തുടങ്ങിയെന്നൊക്കെ. അപ്പോൾ അവൾ എന്നാൽ ഞാൻ നിൻ്റെ നോവൽ വായിക്കാമെന്നൊക്കെ ചോദിക്കും. ഈജു നോവൽ എഴുതുന്നുണ്ടെന്നാൽ ചോദിക്കാറുള്ളൂ, BL ആണ് എഴുതുന്നതെന്നൊന്നും ചോദിക്കാറില്ല. എന്തായാലും നീ BL ഒന്നല്ലല്ലോ എഴുതണത്, പിന്നെന്താ നിനക്ക് നിൻ്റെ നോവൽ എനിക്ക് കാണിച്ചു തന്നാന്നൊക്കെ ചോയ് അവളടുത്ത് ചോദിക്കുന്നുണ്ടാവും. BL ഒരു മോശപ്പെട്ട കാര്യമാണെന്നും ചോയ് പറയണ്ടാവും. അപ്പോൾ ഈജു അവളടുത്ത് BLൻ്റെ കാര്യമൊന്നും തുറന്നു പറയില്ല. പിന്നീട് ഈജു നേരെ പോവുക ഓഫീസിലേക്കായിരിക്കും. അപ്പോൾ PT സാറാണെങ്കിൽ നീ വന്നോ, നീ എനിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ തരാൻ വന്നതാണോ, എൻ്റെ ക്ലാസ്സിൽ ഇനി 5 ആളാവും എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ സോറി സാർ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നതല്ല എന്നും പറഞ്ഞ് ഈജു നേരെ ഗാർഡ് അടുത്തേക്ക് പോകും. എന്നിട്ട് അവൾ എഴുതിയ ആപ്ലിക്കേഷൻ അവന് കൊടുക്കും, അവൻ്റെ സ്പെഷ്യൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജങ്ങാണെങ്കിൽ നീ എന്തിനാ അതിൽ ജോയിൻ ചെയ്യണത്, നീ നല്ല സ്റ്റുഡൻ്റ് അല്ലേ, നിനക്ക് നല്ല കഴിവുണ്ടല്ലോ, നീ ഈ സ്പോർട്സ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നൊക്കെ പറയും. പക്ഷേ ഗാ സമ്മതിക്കില്ല എന്ന് അവൾ ജങ്ങിൻ്റെ അടുത്ത് പറയുമ്പോൾ, ഇവൻ നിന്നെ ഫോഴ്സ് ചെയ്തിട്ടാണ് നിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിച്ചതെന്നൊക്കെ ജങ്ങും ഗാർഡ് അടുത്ത് ചോദിക്കും. അപ്പോൾ ഗായാണെങ്കിൽ ഇവൾക്കാകെ 4 മാർക്കേ ഉള്ളൂ, ഇവളാണെങ്കിൽ 10 മണിക്കൂർ അത്ര കിടന്നുറങ്ങണം എന്നൊക്കെ പറഞ്ഞ് അവളെ ഞാൻ അവിടെ നിർത്തി കളിയാക്കുന്നുണ്ടാവും. ഇവളൊരു മണ്ടത്തി, അവൾക്ക് എന്തായാലും സ്പെഷ്യൽ ക്ലാസ് കൊടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ ഗാ ജങ്ങിൻ്റെ അടുത്ത് പറയണ്ടാവും. അങ്ങനെ ഓരോന്നും പറഞ്ഞ് ജങ്ങിൻ്റെ വായ അവൻ അടപ്പിക്കും. ജങ്ങാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത ഇവൾ കഴിവുള്ള ആൾ തന്നെയാണെന്നൊക്കെ പറയണ്ടാവും. ഈജു ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ക്ലാസ്സിന് ഒഴിവാൻ വേണ്ടിയിട്ട് ഗാഡ കൈയും കാലും പിടിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഗായാണെങ്കിൽ മൈൻഡും ചെയ്യാതിരിക്കും. അപ്പോൾ ഈജു വേഗം അവിടെ നിന്ന് പോവും. പിന്നീട് കാണിക്കുന്ന യൂണിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ ചോയ് ആണെങ്കിൽ അവനെ നോക്കി കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ അവൻ അവളെ മൈൻഡ് പോലും ചെയ്യണ്ടാവില്ല. അവൾ വിഷമിച്ചിരിക്കുന്ന കാര്യം ഈജു ശ്രദ്ധിക്കുന്നുണ്ടാവും. പിന്നീട് ഈജും ചോയും കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവും. അവരങ്ങനെ സ്നാക്സൊക്കെ കഴിച്ച് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഈജു പറയണ്ടാവും, യൂൺ നിന്നെ ശ്രദ്ധിക്കണില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ നിനക്ക് എങ്ങനെയാണ് അവൻ്റെ അടുത്ത് സ്നേഹം തോന്നി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു പാവം പോലെ തോന്നി, അങ്ങനെയാണ് സ്നേഹം തോന്നി എന്നൊക്കെ പറയും. അപ്പോൾ ഈജി ആണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് അച്ഛനും അങ്ങനെ സ്നേഹം തോന്നി, പക്ഷേ ഇപ്പം നല്ല അടിയാണെന്നൊക്കെ പറയും. എന്നിട്ട് പൊട്ടത്തരം പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോയുടെ അടുത്ത് പറയും, അതൊന്നും കുഴപ്പമില്ല, സ്നേഹം ഉണ്ടെങ്കിൽ അടിയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യും. പിന്നീട് കാണിക്കുന്ന ക്ലാസ് റൂമാണ്. അവിടേക്ക് ഗാ വന്നിട്ടുണ്ടാവും. ഇന്ന് ക്ലീൻ ചെയ്യണത് ആരാണെന്നൊക്കെ അവൻ എല്ലാവരുടെ ചോദിക്കും. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന ആൾ ഇന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ ഈജു തന്നെ ക്ലീൻ ചെയ്യട്ടെ എന്ന് അവൻ പറയും. അത് കേൾക്കുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരും. ക്ലാസ്സും കഴിഞ്ഞ് ക്ലീനിങ്ങും കഴിഞ്ഞ് പിന്നെ സ്പെഷ്യൽ ക്ലാസ്സിന് ജോയിൻ ചെയ്യാനും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവും. ഇവളുടെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ടാവും, ഇയാൾക്ക് എന്തിനാണ് ഇവളുടെ ഇത്ര ദേഷ്യം എന്നൊക്കെ. ആ സമയത്ത് ജെന്നി വന്നിട്ട് ഇന്ന് വൈകുന്നേരം നമുക്കൊന്ന് കൂടിയാലോ എന്നൊക്കെ എല്ലായിടത്തും ചോദിക്കും. പിന്നീട് കാണിക്കുന്ന ഈജുവിനാണ്. അവൾ സ്കൂൾ മൊത്തം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവൾ സ്പോർട്സ് റൂമിൻ്റെ അടുത്തേക്ക് പോവുക. അവിടെ ജങ്ങാണെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് ജോലിയൊക്കെ ചെയ്യുന്നുണ്ടാവും. അവൾ കുറച്ച് നേരം വാതിലിൻ്റെ അടുത്ത് പോയിട്ട് അവൻ ചെയ്യണ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കും. പിന്നെ അവൻ അവളെ കാണുമ്പോൾ ഉള്ളിലേക്ക് വിളിക്കും. അവളപ്പോൾ ഞാനും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാ സാധനങ്ങളും അടുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് അവനെ ഹെൽപ്പ് ചെയ്യും. അവൾക്കും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഗാ നിർബന്ധിച്ചിട്ട് അവളിപ്പോൾ മാത്സ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പോണത്. ജങ്ങാണെങ്കിൽ അവളുടെ അടുത്ത് പറയും, എനിക്ക് മനസ്സിലാവും നിനക്ക് ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ തന്നെ താല്പര്യം ഉണ്ടായിരുന്നെന്ന്, പക്ഷെ അവൻ ഫോഴ്സ് ചെയ്തിട്ടല്ലേ, അവൻ്റെ വാശിയുടെ മുന്നിൽ ഒന്നാവില്ല, നീ ആ ക്ലാസ്സിന് തന്നെ പൊക്കോന്നൊക്കെ ഈജുവിൻ്റെ അടുത്ത് അവൻ പറയും. ആ സമയത്ത് കറക്റ്റായിട്ട് ഈജുവിന് കോൾ വന്നിട്ടുണ്ടാവും. ഗായായിരിക്കും, നീ ഇപ്പം തന്നെ കുറച്ച് പ്രിൻ്റ് എടുത്ത് ആ സ്പെഷ്യൽ ക്ലാസ്സിലോടത്ത് പോയിട്ട് വിതരണം ചെയ്യുന്നതായിരിക്കും അവൻ പറഞ്ഞിട്ടുണ്ടാവും. അവൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടിപ്പോയിട്ടുണ്ടാവും. ജങ്ങും ഇവളുടെ ഒരു അവസ്ഥയെന്ന് വിചാരിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ അവൾ ആ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് പോകും.
അവിടെ ആ പ്രിൻ്റ് കൊടുക്കാൻ അവൾ പോകുമ്പോൾ തന്നെ അവിടെ മൊത്തം ടോപ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇവരെല്ലാവരും നല്ല പഠിക്കുന്ന ആളുകളാണല്ലോ, ഞാൻ ഇവിടെ വന്നാൽ ഇങ്ങനെ പഠിക്കുന്നൊക്കെ അവൾ അങ്ങനെ വിചാരിക്കും. എന്നിട്ട് അവളെ എല്ലാവർക്കും പ്രിൻ്റ് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളുടെ ക്ലാസ്സിലെ പഠിപ്പിച്ച പെൺകുട്ടിയുടെ അടുത്തേക്ക് എത്തുക. ആ പെൺകുട്ടിയാണെങ്കിൽ അവളെ അവിടെ നിർത്തി കളിയൊക്കെ ഉണ്ടാവും. നീ എന്താ ഇവിടെ എന്നൊക്കെ അവളടുത്ത് ചോദിക്കും. അപ്പോൾ അവൾ ഗാ പറഞ്ഞിട്ടാണെന്ന് ആ പെൺകുട്ടിയുടെ അടുത്ത് പറയും. അപ്പോൾ അവളാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നുണ്ടാവും. ഇവൾക്ക് ആകെ മാത്സിൽ 4 മാർക്കുള്ളൂ, എന്നിട്ട് ഈ ക്ലാസ്സിന് വന്നിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ കേട്ടിട്ട് ഈജുവിന് നല്ല സങ്കടം വരുന്നുണ്ടാവും. അവൾ ഇവരിങ്ങനെ കളിയാക്കി ചിരിക്കണതൊക്കെ കേൾക്കും ചെയ്യും. അപ്പോൾ അവൾ കരയാറായിട്ടുണ്ടാവും. എന്നിട്ട് അവൾ ഈ ക്ലാസ്സിൽ ഞാനൊന്നും സെറ്റാവില്ല എന്നും പറഞ്ഞ് വേഗം അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അങ്ങനെ അവൾ തലയും താഴ്ത്തി നല്ല വിഷമിച്ച് പോവായിരിക്കും. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് നേരെ ചെന്ന് വിടുക ഗാർഡ മുന്നിലായിരിക്കും. അവൾ തിരിഞ്ഞോടാൻ ശ്രമിക്കെങ്കിലും അവൻ അവളെ അവിടെ പിടിച്ചു നിർത്തും. എന്നിട്ട് നീ എന്താ രക്ഷപ്പെടാൻ നോക്കുകയാണെന്നൊക്കെ അവൻ അവളോട് ചോദിക്കുമ്പോൾ അവൾ അല്ല, ഇതെനിക്ക് ശരിയാവില്ല, ഞാനിവിടുന്ന് പോവുക, ഈ ക്ലാസ് എനിക്ക് സെറ്റാവില്ല എന്നൊക്കെ പറയും. അപ്പോൾ അവൻ നിനക്ക് മാത്സിൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് 4 മാർക്കല്ലേ ഉണ്ടായിരുന്നു, നീ ഇങ്ങനെ ആ 4 മാർക്ക് എടുത്തെന്ന് അവളടുത്ത് ചോദിക്കും. അപ്പോൾ അവൾ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ആ മാർക്ക് എടുത്തെന്ന് പറയും. എന്നിട്ട് അവൾ പറയും എൻ്റെ ഫാമിലിയിലുള്ളവരും എൻ്റെ ട്യൂട്ടറും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് മാത്സ് വർക്കാവില്ല എന്നൊക്കെ അവൾ അവൻ്റെ അടുത്ത് പറയുമ്പോൾ അവൻ പറയും പിന്നെ എങ്ങനെ നിനക്ക് ആ 4 മാർക്ക് കിട്ടിയത്, അത് നീ കഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ കിട്ടിയത്, പിന്നെ എങ്ങനെ നിനക്ക് മാത്സ് വർക്കാവില്ല എന്ന് നീ പറയണമെന്നും പറഞ്ഞ് അവളുടെ അടുത്ത് ദേഷ്യപ്പെടും. എന്നിട്ട് അവളെ തിരിച്ച് ക്ലാസ്സിലേക്ക് തന്നെ തള്ളിക്കൊണ്ടുപോകും. അങ്ങനെ അവൾ ആ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകും. അവൾ അവിടെ ഇരുന്ന് പഠിക്കാനൊന്നും നോക്കുന്നുണ്ടാവില്ല. അവൾക്കാണെങ്കിൽ ആ ക്ലാസ്സിലിരുന്ന് ഉറക്കമായിരിക്കും വരുന്നുണ്ടാവുക. ഗായാണെങ്കിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവൾ എല്ലാ പെൺകുട്ടികളെയും ഇങ്ങനെ നോക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയ്ക്കാണ് ആ പഠിപ്പിച്ച പെൺകുട്ടീനെ നോക്കുക. അവൾ ഇരുന്നിട്ട് ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നുണ്ടാവും. അപ്പോൾ ഈജു ഇവളെന്തിനാ ലിപ്സ്റ്റിക്കൊക്കെ ഈ ക്ലാസ്സിലിരുന്ന് ഇടണമെന്ന് വിചാരിക്കും. അപ്പോഴാണ് ആ പെൺകുട്ടി ഗായ നോക്കുന്നതാണ്. ഓ ഇവൾക്ക് ഗായ ഇഷ്ടമാണോ എന്നൊക്കെ ഈജു ക്ലാസ്സിലിരുന്ന് ചിന്തിക്കുന്നുണ്ടാവും. അവൾക്കതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ടാവും. അവൾ അതൊക്കെ കണ്ടിട്ട് ഇരുന്ന് ചിരിക്കായിരിക്കും ഉണ്ടാവുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇനി ഞാൻ എന്താ ചെയ്യാമെന്നൊക്കെ അവൾ വിചാരിക്കും. അപ്പോൾ നോവലിൻ്റെ കാര്യങ്ങൾ വല്ലതും ആലോചിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അവൾ അറിയാതെ ഉറങ്ങിപ്പോവും. എന്നിട്ട് അവൾ അവിടെ ഇരുന്ന് ഉറങ്ങായിരിക്കും. ആ സമയത്താണ് അവളെ വിളിക്കുക ഈജു ഈജു എന്ന്. അപ്പോൾ ആരാണെന്ന് നോക്കുമ്പോൾ അത് ഗായ ആയിരിക്കും. നിൻ്റെ നോവലിൻ്റെ 3ാമത്തെ പാർട്ട് എന്തായി, കഥയൊക്കെ സെറ്റായോ എന്നൊക്കെ അവളടുത്ത് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അവൾ 3ാമത്തെ പാർട്ടോ ഇങ്ങനെ തന്നെ ആയിരിക്കും വ്യൂവേഴ്സ് എക്സൈറ്റ്മെൻറ്റിലിരിക്കുന്നുണ്ടാവുക. അവരും എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ചോദിക്കാൻ ആലോചിക്കുന്നുണ്ടാവുക എന്നൊക്കെ അവൾ വിചാരിക്കും. എന്നിട്ട് അവൾ 3ാമത്തെ പാർട്ടിനെ കുറിച്ച് ആ ക്ലാസ്സിൽ നിന്ന് വിവരിച്ചു കൊടുക്കും. ആ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളെല്ലാം അവളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവും. അങ്ങനെ അവളങ്ങനെ വിവരിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുമായിരിക്കും. ശരിക്കും ഈജു ഇതൊക്കെ സ്വപ്നം കാണുമായിരിക്കും. അവൾ ക്ലാസ്സിലിരുന്ന് ചിരിക്കായിരിക്കും ഉണ്ടാവുക. ഇതൊക്കെ കണ്ടിട്ട് അടുത്ത് തന്നെ ഗായ നിൽക്കുന്നുണ്ടാവും. ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇവൾ ചിരിക്കണത് തന്നെ നോക്കിയിട്ട് നിൽക്കായിരിക്കും. അവൻ നല്ല ദേഷ്യത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ അവൻ അവളെ വിളിച്ചുണർത്തും. എന്നിട്ട് നീ എന്താ ചിരിച്ചോണ്ടിരിക്കേ, ഇന്ന് ക്ലാസ്സിലെടുത്തത് മൊത്തം നാളേക്ക് എനിക്ക് എഴുതി തരണമെന്ന് അവൻ പറയും. അപ്പോൾ അവൾ എങ്ങനെ അതൊക്കെ എഴുതി തരിക, ഇപ്പം തന്നെ എനിക്ക് ഒരുപാട് പണിഷ്മെൻ്റ് ഉണ്ടല്ലോ എന്നൊക്കെ അവൻ്റെ അടുത്ത് പറയുമ്പോൾ അതൊന്നും എനിക്കറിയണ്ട, നാളെ തന്നെ എഴുതി തരണമെന്ന് അവൻ പറയും. പിന്നീട് ഈജു നേരെ അവളുടെ ഫ്രണ്ട്സിനെ കാണാൻ പോവും. ജെന്നി പറഞ്ഞിട്ടുണ്ടാവില്ലേ നമുക്ക് മീറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ജെന്നിയുടെ വീട്ടിലേക്കാണ് പോവുക. അവിടെ എത്തുമ്പോൾ അവളുടെ ഫ്രണ്ട്സ് ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ, ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞിട്ട് എല്ലാവരും ഈജു കൊണ്ടുവന്ന ഫുഡ് കൂടി എടുത്ത് കഴിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് അവർ മധുരക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് പോവും. ജെന്നിയും ഈജും കൂടിയാണ് പോവുക. അങ്ങനെ അവർ രണ്ടുപേരും മധുരക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ജെന്നിയുടെ അടുത്ത് ഈജു സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈജു അവളടുത്ത് ചോദിക്കും നിൻ്റെ ലവ് സ്റ്റോറി പോലെ തന്നെ ഒരു നോവൽ ഞാൻ വായിച്ചിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ ജെന്നിയാണെങ്കിൽ അവളടുത്ത് സത്യം പറയും എനിക്ക് ബോയ് ഫ്രണ്ടൊന്നുമില്ല, ഞാൻ ആ നോവലത്തെ കഥ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്നൊക്കെ, എൻ്റെ അടുത്ത് ക്ഷമിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ഈജു ആണെങ്കിൽ അതൊന്നും കുഴപ്പമില്ലാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ജെന്നിയെ ആശ്വസിപ്പിക്കും. പിന്നീട് ഈ വേവിച്ച മധുരക്കിഴങ്ങൊക്കെ എല്ലാവരും ഷെയർ ചെയ്തിട്ടൊക്കെ കഴിക്കും. അങ്ങനെ കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടി ഒരു ബെഡിൽ പോയി കിടക്കും. അങ്ങനെ അവർ ആകാശത്തേക്ക് നോക്കിയിട്ട് നക്ഷത്രങ്ങളൊക്കെ കുറിച്ച് പറയുമ്പോൾ ഈജുവിന് ഓർമ്മ വരിക യൂണിവേഴ്സ് എന്ന് പറയുന്നത് മാത്സ് ആണെന്ന് പറഞ്ഞ ഗാനായിരിക്കും. അവൾ എന്നിട്ട് നക്ഷത്രങ്ങളുടെ ഇടയിൽ അവൻ്റെ മുഖമാണ് കാണുക. അപ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരും. അവൾ പെട്ടെന്ന് ഞെട്ടി എണീക്കും. എനിക്ക് ഇനി ഒരുപാട് പണിഷ്മെൻറ്റ് ഹോംവർക്കൊക്കെ ചെയ്യാണ്ട് ഞാനതൊക്കെ എപ്പോൾ ചെയ്ത് തീർക്കും എന്നൊക്കെ അവളിങ്ങനെ പറയും. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് അവളെ ആശ്വസിപ്പിക്കും. എന്നിട്ട് അവർ വീണ്ടും ബെഡിൽ കിടക്കും. അങ്ങനെ ഈജു അടുത്ത ദിവസം നേരെ ഗാർഡ് അടുത്തേക്ക് പോവും. അവൻ എഴുതി
തീർക്കാൻ പറഞ്ഞ ഹോംവർക്കൊക്കെ എടുത്തിട്ടായിരിക്കും പോവുണ്ടാവുക. വേറെ പണിഷ്മെൻ്റ് ഒന്നും ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്നും അവൾ ഗാർഡ് അടുത്ത് പറയും. അപ്പോൾ നിന്നെക്കുറിച്ച് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ നീ അതൊന്നും ചെയ്യണില്ല എന്നൊക്കെ അവളുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ ഈജുങ് കേട്ട് ഒന്നും പറയാതെ അവൾ അവിടെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം അവളുടെ നോവലിൽ എഴുതാൻ പുതിയ ഡയലോഗൊക്കെ കിട്ടിയല്ലോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ അവൾ രാത്രിയാകുമ്പോൾ നേരെ ലൈബ്രറിക്ക് പോകും. അവിടെ ഇരുന്ന് നോവൽ എഴുതാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവൾ പറഞ്ഞ ഡയലോഗൊക്കെ വെച്ച് നോവൽ എഴുതാൻ തുടങ്ങും. അപ്പോൾ അവൾക്ക് അവിടെ തന്നെ അവരുടെ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യണ പോലെ തോന്നും. യുണിൻ്റെയും ഗാഡി സ്റ്റോറി ആയിരിക്കും ഇന്നുണ്ടാവുക. അപ്പോൾ യുണിൻ്റെ അടുത്ത് പറയുന്നുണ്ടാവും, ഇനി ഇവിടെ ഇരിക്കാൻ പേടിക്കണുണ്ടോ? ആ ജങ് ഇവിടെ വന്നിട്ട് നിന്നെ എങ്ങാനും കൂട്ടിക്കൊണ്ടുവന്ന് പേടിച്ചിട്ട് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഇവിടെ ഇല്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ടാവും. എന്നിട്ട് യുണിനെ ക്ലോസ് ആയിട്ട് പിടിച്ച് പറയുന്നുണ്ടാവും, നീ ഇനി ഇവിടുന്ന് എങ്ങാനും പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലിപ്സ് നിന്നെ ശ്വാസം മുട്ടിക്കുന്നൊക്കെ, നീ എന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്യരുത് എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും. ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ. ഇതൊക്കെ ഈജുവിൻ്റെ അടുത്ത് പറഞ്ഞ ഡയലോഗായിരിക്കും. ഇവളിതൊക്കെ എഴുതിയിട്ട് ലിപ്സിൻ്റെ കാര്യമൊക്കെ ഇവൾ കൂട്ടിച്ചേർത്താട്ടോ. ഇവളിതൊക്കെ എഴുതിയിട്ട് എനിക്കിതൊക്കെ എഴുതാൻ പറ്റുമോ, ഞാൻ ഇത്രയ്ക്ക് വലിയ റൈറ്ററൊക്കെ ആയോ എന്നൊക്കെ വിചാരിച്ച് സന്തോഷിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരിക്കും. അവൾ അങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കുന്ന സമയത്താണ് അവൾക്ക് അവിടെ വേറെ ഏതോ ഒരു സ്മെല്ല് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുക. അപ്പോൾ അവൾ ഈ മണം എവിടെ നിന്നാണ് വരുന്നത്, ഈ മണം ഞാൻ എവിടെയോ അനുഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. എന്നിട്ട് അവൾ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ആരുമില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിക്കും. എന്നിട്ട് തിരിഞ്ഞു നോക്കുമായിരിക്കും. മെല്ലെ മെല്ലെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഇടിമിന്നലൊക്കെ ഉണ്ടാവുക. എന്താണെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അവിടെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇവൾ എഴുതിയ സ്റ്റോറിയൊക്കെ കണ്ടിട്ടുണ്ടാവും. അവൻ എന്നിട്ട് എന്താ ഇതെന്ന് അവളടുത്ത് ചോദിക്കും. അപ്പോൾ അവൾ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് വന്നിട്ട് അവളുടെ ലാപ്ടോപ്പ് തുറന്നു നോക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ അവൾ സമ്മതിക്കില്ല. അപ്പോൾ അവൻ വേഗം അത് തട്ടിപ്പറിക്കാൻ വേണ്ടി ശ്രമിക്കും. ആ സമയത്ത് അവളെ താഴെ തള്ളിയിടും. എന്നിട്ട് അവൻ അവിടെ ഇരുന്ന് അത് വായിക്കും. ഈജു എല്ലാം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ച് നിൽക്കും. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം.